ഹായ്, ഗുഡ് ഈവനിങ്. ഇന്ന് ജൂലൈ 23 അപ്പോൾ ഇന്ന് എന്താണ് ട്രേഡിംഗ് നടന്നത്, ഇന്ന് എന്താണ് നിഫ്റ്റിയിൽ നടന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിൽ വരുന്ന സമയത്ത് ഇന്ന് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റിൽ സംഭവിച്ച രാവിലെ തന്നെ. അത് കഴിഞ്ഞ് മാർക്കറ്റ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഒരു സെൽ ഓഫ് ആണ് വന്നത്. ഓൾമോസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്ന ആ ഒരു ഏരിയ 23,800 എന്ന് പറഞ്ഞ ഒരു സപ്പോർട്ട് റേഞ്ചിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം പ്രോപ്പർ നല്ലൊരു ബൗൺസ് ബാക്ക് ആണോ എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് അറിയാനേ പറ്റുള്ളൂ. ആ ഒരു ഏരിയയിൽ നിന്ന് മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് ബൗൺസ് ബാക്ക് ചെയ്തു. ബട്ട് മാർക്കറ്റ് ലോ ലെവലിൽ തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പം കറൻ്റ്ലി നമുക്ക് പറയുകയാണെങ്കിൽ 23,800 ഒരു മേജർ സപ്പോർട്ട് തന്നെയാണ്. ആ സപ്പോർട്ട് ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു വേറെ സെൻറ്റിമെൻറ്റ്സിലേക്ക് മാർക്കറ്റ് മാറാൻ സാധ്യതയുണ്ട്. അതല്ല 23,800 എന്ന് പറഞ്ഞ ലെവല് മാർക്കറ്റിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അഗെയിൻ മാർക്കറ്റ് വിൽ മൂവ് ടു 24,000. ആ ഒരു 24,000ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ 24,550 ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൻ്റെ ഉള്ളിലായിരിക്കും നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്സ്. അതല്ല ഇവൻ ക്രൂഡ് ഓയിൽ നല്ല രീതിയിൽ ലാസ്റ്റ് ഡേ സംസാരിക്കുമ്പോൾ 90 ബിലോ ആയിരുന്നു. പക്ഷേ ഇപ്പം സംസാരിക്കുമ്പോൾ ഓൾമോസ്റ്റ് 94 ആണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്. അപ്പം അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ ഇനിയും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നാളെയും നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞാൽ 23,800 ബിലോ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നാളെ ഫ്രൈഡേയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മാർക്കറ്റ് 23,800 എന്ന് പറഞ്ഞ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പെട്ടെന്നൊരു സെൽ ഓഫ് മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം അടുത്ത ലെവൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറൻ്റ്ലി നമുക്ക് ഇവിടെ കാണുന്ന ഒരു ഗ്യാപ്പാണ്. ഓക്കെ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓൾമോസ്റ്റ് ഒരു 200 പോയിന്റ്സ് മാർക്കറ്റ് പെട്ടെന്ന് വീഴാൻ, ഈ ഒരു 23,800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,600 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം നാളെ ഒന്ന് കോഷ്യസ് ആയിരിക്കാം. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസ് നോക്കിയിട്ട്, അപ്പം ആദ്യം എങ്ങനെയാണോ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ നോക്കിയിട്ട് ആ രീതിയിൽ നോക്കാം. 23,800 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം താഴോട്ടേക്ക് ഷോർട്ട് ചെയ്യാം. അതല്ല മാർക്കറ്റ് മേലോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ് ടു 24,000 വരെ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഇന്ന് നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 0.9% ആണ് ഫോൾ ചെയ്തത്. അതേപോലെ മിഡ് ഗ്യാപ്പ് ആണെങ്കിലും 0.9%, ഓൾമോസ്റ്റ് 1% ഞാൻ പറയാം, 1% ഫോൾ ചെയ്തു. അതേപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ 1%-ന് എബോവ് ആണ് ഇന്ന് ഫോൾ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും ബ്രോഡർ ഇൻഡെക്സും ഏതാണെങ്കിലും ഇന്ന് നല്ല രീതിയിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു. റെഡ് കാറ്റഗറി തന്നെയായിരുന്നു. അല്ലെങ്കിൽ മാർക്കറ്റ് ഫോൾ ചെയ്യുക തന്നെയായിരുന്നു. ഇന്ന് എല്ലാ സെക്ടറും ഓൾമോസ്റ്റ് നെഗറ്റീവിലാണ് ഇന്ന് എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ള ക്രൂഡ് ഓയിൽ തന്നെയാണ്. ക്രൂഡ് ഓയിൽ 94 എബോവ് വന്നിട്ടുണ്ട്. 94 90 എബോവ് വന്നിട്ടുണ്ട്. ഇന്നലെയൊക്കെ ട്രേഡിങ് നമുക്ക് നോക്കുവാണെങ്കിൽ 80 ബിലോ ഒക്കെ ആയിരുന്നു. അത് അവിടെ നിന്ന് മാറി 94ലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും ക്രൂഡ് ഓയിൽ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് അതൊരു നെഗറ്റീവ് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ കാം ഡൗൺ ആവുകയാണെങ്കിൽ, കൂൾ ഓഫ് ആവുകയാണെങ്കിൽ നിഫ്റ്റി തീർച്ചയായും കയറാൻ സാധ്യതയുണ്ട്. അതല്ല നിഫ്റ്റി ക്രൂഡ് ഓയിൽ കാം ഡൗൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ 23,800 എന്ന് പറഞ്ഞ ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു സെൽ ഓഫിനും സാധ്യത കൂടുതലാണ്. അതേപോലെ ഇന്ന് പെർഫോം ചെയ്ത 2 സ്റ്റോക്സുകൾ നോക്കാം. ഒന്ന് ഡ്രാഗ് ചെയ്തു, ഒന്ന് നല്ല രീതിയിൽ മേലോട്ട് മൂവ് ചെയ്തു. NTPC ഗ്രീൻ ആണ്. ഇന്ന് 6%ഓളം മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യും. ഓൾമോസ്റ്റ് 6%. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അതിൻ്റെ Q1 റിസൾട്ട് ഉണ്ടായിരുന്നു. നല്ല ഗുഡ് റിസൾട്ട്സ് ആണ് അവർ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ഒരു 6% ആണ് ഇന്ന്. നെഗറ്റീവ് മാർക്കറ്റ് ആണെങ്കിലും, നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിലും, ഇന്ന് ഫുള്ളും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ പോലും ഇന്ന് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു മാർക്കറ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു 8 or 9% മുകളിൽ മൂവ് ചെയ്തിട്ട് 6%, 6 to 6.5% ഇന്ന് എൻഡ് ചെയ്യുന്നതാണ് കണ്ടത്. അതേപോലെ
വേറൊരെണ്ണം Q1 റിസൾട്ട്സ് വന്ന് മാർക്കറ്റ് ഡൗൺ ആയതാണ്, മാർക്കറ്റ് ഡ്രാഗ് ചെയ്തതാണ്. അപ്പം CI ഓക്കെ, CI ഓട്ടോമോട്ടീവ് ഇന്ത്യ അത് നല്ല രീതിയിൽ തന്നെ രാവിലെ റിസൾട്ട് വന്നതോടുകൂടി, റിസൾട്ട് ഇന്നലെയാണ് പബ്ലിഷ് ചെയ്തത്, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു പെട്ടെന്ന് തന്നെ ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 11% ഇന്ന് ഫോളോ ചെയ്യുകയാണ് ചെയ്തത് ഈ ഒരു സ്റ്റോക്കിൽ. അപ്പം Q1 റിസൾട്ട്സുകൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് റിസൾട്ട് സീസൺ ആയതുകൊണ്ട് സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇവൻസുകൾ പ്രോപ്പറായി വാച്ച് ചെയ്യുക. അതേപോലെ റിസൾട്ടുകൾ ടൈമുകൾ പ്രോപ്പറായി വാച്ച് ചെയ്യുക. അതിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നും കൂടെ അറിയുക. അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പം നിഫ്റ്റി നാളെ നമുക്കൊരു ഫ്രൈഡേയും കൂടിയാണ്, ഇല്ലെങ്കിൽ ഈ ഒരു വീക്കിൻ്റെ എൻഡിൻ്റെയും കൂടിയാണ്. സാറ്റർഡേ സൺഡേ വരുന്നതുകൊണ്ട് തന്നെ നാളെ നമുക്ക് മാർക്കറ്റ് 23,800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ക്രൂഷ്യൽ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യാം. താങ്ക് യു.